ജീവിതത്തിൽ എന്ത് പറ്റിയാലും മടി പിടിച്ച് ഒരു രക്ഷയില്ലാണ്ട് നിങ്ങളുടെ ലൈഫ് കോഞ്ഞാട്ടയാക്കി കളഞ്ഞാലും നമ്മൾ അവസാനം കൊണ്ട് പഴി ചേർന്ന ഒരു സാധനമുണ്ട്. എന്താണ്? വിധി. പക്ഷേ വിധി നല്ലതാണോ ചീത്തയാണോ എന്നും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. വിധി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറ്റം പറയണം. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞ ഇംഗ്ലീഷ് വാക്ക് അറിയോ? എല്ലാ ആൾക്കാർക്കും ഫെയ്റ്റ് 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 എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലേ? പിന്നെ ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറില്ലേ? നല്ല സമയം, അവൻ്റെ സമയം എന്നൊക്കെ പറയാറില്ലേ? ഇതിന് രണ്ടും കൂടെ പറ്റുന്ന രണ്ട് വാക്കുകൾ. നല്ലതാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവ് ആണെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയാം. മോശമാണെങ്കിൽ അവൻ്റെ വിധി, ഫെയ്റ്റ്. ഓക്കെ, ഇത് മിക്കവാറും ലൈഫിൽ സംഭവിക്കുന്ന കല്യാണം കഴിക്കും. അപ്പോൾ നല്ല ലക്കി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഷീ വാസ് ഡെസ്റ്റിൻഡ്. അവനെ കാണുന്നത് അവളുടെ ഒരു ലക്കായിരുന്നുവെങ്കിൽ ഷീ വാസ് ഡെസ്റ്റിൻഡ് ടു മീറ്റ് ഹിം. കണ്ടോ? ഇനി കണ്ടിട്ട് ലൈഫിൽ പറഞ്ഞ പോലെ ഇതായി പോയാൽ അപ്പോൾ നമ്മൾ എന്ത് പറയണം? അത് അവളുടെ വിധി. അപ്പോൾ എങ്ങനെ പറയും? ഷീ വാസ് ഫേറ്റഡ് ടു മീറ്റ് ഹിം. പിന്നെ ഈ ഡെസ്റ്റിനിയും ഫേറ്റൊക്കെ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കുറച്ച് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെയാണ്. എപ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോയ്സസ് ലൈഫിൽ കൊണ്ടുവരുന്ന സമയത്ത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഈ ഫെയ്റ്റിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ബൈ.